സമൂഹത്തിൽ നമ്മളൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് പ്രസ്ഥാനങ്ങളും ഒരുപാട് മഹത് വ്യക്തികളും സമൂഹത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് വലിയ മാറ്റങ്ങളാണ്. ഒന്നതിന് ചേഞ്ച് എന്ന് പറയാം. ചേഞ്ച് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾ പക്ഷേ താൽക്കാലികമാണ്. ചെറിയ മാറ്റങ്ങൾ, പേര് മാറ്റുന്നു, സ്ഥാപനത്തിന്റെ ലോഗോ മാറ്റുന്നു, അതുപോലെ ചെറിയ ചെറിയ മാറ്റങ്ങളെയാണ് ചേഞ്ച് എന്ന് പറയുന്നത്. എന്നാൽ മറ്റൊരു മാറ്റമുണ്ട്, ട്രാൻസ്ഫോർമേഷൻ എന്നാണ് അതിന് പറയുന്നത്. സമൂഹത്തിൽ ഉണ്ടാകുന്ന സ്ഥായിയായ സ്ഥിരമായ ഒരു മാറ്റത്തെയാണ് ഇങ്ങനെ പറയുന്നത്. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കേവലം സമൂഹത്തിൽ ചേഞ്ച് വരുത്തിയ ഒരു വ്യക്തിയായിരുന്നില്ല, മറിച്ച് സമൂഹത്തിൽ സമൂലമായ സ്ഥായിയായ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു, ഒരു ലീഡറായിരുന്നു മഹാനായ ശിഹാബ് തങ്ങൾ എന്നത് തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, തങ്ങളുടെ സമർപ്പണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, തങ്ങളുടെ സേവനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യമാവുന്നതാണ്. നമുക്കറിയാം, പൂമ്പാറ്റകളെ നമ്മൾ പോയി പിടിക്കാറുണ്ട്, പൂമ്പാറ്റകൾക്ക് പിന്നാലെ കുട്ടികൾ ഇങ്ങനെ ഓടി നടക്കാറുണ്ട്. എന്നാൽ മഹാനായ ശിഹാബ് തങ്ങൾ ഒരു പൂമ്പാറ്റകൾക്ക് വന്നിരിക്കാൻ കഴിയുന്ന പൂന്തോട്ടമായി മാറിയിരുന്നു. മഹാനായ ശിഹാബ് തങ്ങൾ തങ്ങളുടെ അരികിലേക്ക് ആളുകൾ ഒഴുകിയെത്തി തങ്ങളൊരു പൂന്തോട്ടമായി മാറി ആളുകളെയെല്ലാം ആകർഷിക്കുന്ന ഒരു പൂങ്കാവനമായി മഹാനായ ശിഹാബ് തങ്ങൾ തന്റെ ജീവിതം കൊണ്ട് മാറിയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരു കുഞ്ഞു കഥയുണ്ട്. മലമുകളിൽ താമസിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചൊരു കഥ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ മലമുകളിൽ ഒരു എഴുത്തുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം തനിച്ചാണ് ആ മലമുകളിൽ താമസിക്കുന്നത്. ആ മലയുടെ താഴ്വാരത്ത് ഒരു വൃദ്ധയായ ഒരു സ്ത്രീ താമസിക്കുന്നുണ്ട്. ഒരിക്കൽ ഈ മലമുകളിൽ നിന്നും ഈ മനുഷ്യൻ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഈ വൃദ്ധയായ സ്ത്രീയോട് പറയുന്നുണ്ട്, ഞാൻ എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് അങ്ങകലേക്ക് ഞാൻ യാത്ര പോവുകയാണ്, ഞാൻ ദൂരദേശത്തേക്ക് ഞാൻ യാത്ര പോവുകയാണ്. ആ സമയത്ത് വൃദ്ധയായ ആ സ്ത്രീ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, മലമുകളിൽ നിന്നും ഇറങ്ങി വന്ന് വലിയ പരിചയമൊന്നുമില്ലാത്ത ഈ മനുഷ്യനോട് ഈ വൃദ്ധയായ കുടിലിൽ താമസിക്കുന്ന ഈ ഉമ്മ പറയുന്നുണ്ട്, ഈ സഹോദരി പറയുന്നുണ്ട്, പ്രിയപ്പെട്ട മകനെ, നീ വിദൂരത്തേക്ക് നീ യാത്ര പോകുമ്പോ, നിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ദൂരത്തേക്ക് നീ പോകുമ്പോ എന്നെ ഏറെ ആശങ്കപ്പെടുത്തുന്നത് ഒന്നു മാത്രമാണ്. രാത്രി സമയങ്ങളിൽ ഈ കുടിലിൽ ഞാൻ അങ്ങനെ തനിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത്, കൂരാക്കൂരിട്ടുള്ള രാത്രിയിൽ ഈ വീട്ടിൽ അങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് എന്റെ വീടിന്റെ കിളിവാതിൽ ഞാൻ അങ്ങനെ മെല്ലെ തുറന്നു നോക്കുമ്പോ മലയുടെ മുകളിൽ നിന്റെ വീടിന്റെ ഉമ്മറത്ത് കത്തിച്ചു വെച്ച ഒരു വിളക്കുണ്ടല്ലോ, ആ വിളക്ക് എനിക്ക് നൽകുന്നത് വലിയ പ്രതീക്ഷയാണ്. ആ വിളക്ക് കാണുമ്പോ എന്റെ ഉള്ളിലേക്ക് വരാറുണ്ട്, ഞാൻ തനിച്ചല്ല, ഞാനിവിടെ തനിച്ചല്ല എന്നൊരു ചിന്ത. നിന്റെ വീടിന്റെ മുറ്റത്ത് കത്തിച്ചു വെച്ച ആ ഉമ്മറത്ത് കത്തിച്ചു വെച്ച വിളക്ക് എനിക്ക് നൽകാറുണ്ട്. ആ വിളക്ക് കെട്ടുപോകുമോ എന്നുള്ള ആശങ്കയാണ് എനിക്കുള്ളത്. നീ യാത്ര പോകുമ്പോ, നീ ദൂരത്തേക്ക് പോകുമ്പോ ഞാൻ ഇവിടെ തനിച്ചാകുമോ, നിന്റെ ആ വിളക്കില്ലാതാകുന്നതാണ് എന്നെ ഏറെ ആശങ്കപ്പെടുത്തുന്നത്. മഹാനായ ശിഹാബ് തങ്ങൾ നമ്മളൊന്നും കണ്ടിട്ടില്ലാത്തൊരു, പക്ഷേ നമ്മിൽ പലരും നേരിട്ട് കണ്ടിട്ടില്ലാത്ത, ബന്ധമില്ലാത്ത വ്യക്തിയാണ്. പക്ഷേ തങ്ങൾ നമ്മുടെ എല്ലാം ഹൃദയത്തിനുള്ളിൽ കത്തിച്ചു വെച്ച ഒരു വിളക്കായിരുന്നു. ഈ സമൂഹത്തിന്റെ ഈ ഹൃദയാന്തരങ്ങളിൽ അവർക്കൊരു പ്രതീക്ഷയായി കത്തിച്ചു വെച്ച വിളക്കായി മഹാനായ ശിഹാബ് തങ്ങൾ. ശിഹാബ് തങ്ങൾ മരണപ്പെട്ടു എന്ന വാർത്തയറിഞ്ഞ് രാത്രി 10:45 സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഞാനും എന്റെ സുഹൃത്തുക്കളും മലപ്പുറത്തേക്ക് എത്തുന്നത് രാത്രി ഏതാണ്ട് 2 മണി 3 മണി സമയത്താണ്. ആ സമയത്ത് മലപ്പുറം കുന്നുമ്മൽ എത്തിയ സമയത്ത് പാണക്കാട്ടേക്ക് പോവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചപ്പോ ആളുകൾ അവിടെ വിളിച്ചു പറയുന്നുണ്ട്, അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്, പാണക്കാട്ടേക്ക് ആരും ഇനി പോവരുത്, അവിടെ ആളുകൾ തിങ്ങി നിറഞ്ഞത് കാരണം അവിടുത്തെ മതില് പോലും തകർന്നിട്ടുണ്ട്, ആരും പാണക്കാട്ടേക്ക് പോകരുത് എന്ന് രാത്രി 3 മണിക്ക് അങ്ങനെ മലപ്പുറം കുന്നുമ്മൽ നിന്നും അങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ശിഹാബ് തങ്ങളുടെ ജനാസ മലപ്പുറം കുന്നുമ്മൽ വാര്യംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജി ഹാളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആളുകൾ ഇവിടെ നിൽക്കണമെന്ന് പറയുമ്പോ മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്ത് ആ മഴ കൊണ്ട് ഞങ്ങൾ അങ്ങനെ മഹാനായ ശിഹാബ് തങ്ങളെ കാത്തുനിന്നു. ശിഹാബ് തങ്ങൾക്ക് വേണ്ടിയുള്ള മയ്യത്ത് നിസ്കാരം ഒന്നിടവിട്ട് ലോകം കണ്ട മഹാന്മാരായ നേതാക്കളാണ് നേതൃത്വം കൊടുക്കുന്നത്. 40
50-ാമത്തെ മയ്യത്ത് നിസ്കാരത്തിലാണ് ഞങ്ങൾക്ക് പങ്കെടുക്കാനായത്. ഓരോരുത്തരും തങ്ങളുടെ ജനാസ കാണാനായി ഒഴുകിയെത്തിയപ്പോ വിവിധ ജില്ലകളിലെ ആയിരക്കണക്കിന് വരുന്ന പോലീസ് സന്നാഹമാണ് അവിടെ ഒഴുകിയെത്തിയ ആളുകളെ നിയന്ത്രിക്കാനായി മലപ്പുറത്തുനിന്ന് തടിച്ചുകൂടിയത്. ആ പുലർച്ചെ സമയത്തും ശിഹാബ് തങ്ങളുടെ ആ ജനാസയൊന്ന് കാണാൻ ഒഴുകിയെത്തിയ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തങ്ങളെ ഒന്ന് കാണാൻ പോലും കഴിയാതെ, അവിടെയൊന്ന് മഴ പെയ്താൽ മഴത്തുള്ളി താഴേക്ക് ഒറ്റ വീഴാൻ പോലും കഴിയാത്ത വിധം തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടത്തിൽ ആളുകൾ അങ്ങനെ മയ്യത്ത് നിസ്കരിച്ച് ദുആ ചെയ്ത് നിറഞ്ഞ കണ്ണുകളോടെയാണ് മലപ്പുറത്ത് നിന്നും അന്ന് മടങ്ങിയത്. ശിഹാബ് തങ്ങളെ കാണാത്ത ആളുകൾക്ക് പോലും ശിഹാബ് തങ്ങൾ ഒരു പ്രതീക്ഷയായിരുന്നു. ശിഹാബ് തങ്ങളെ കുറിച്ച് അത്രമേൽ അറിയാത്ത ആളുകൾക്ക് പോലും ശിഹാബ് തങ്ങളെ കുറിച്ച് കേട്ടത് കൊണ്ട് മാത്രം ശിഹാബ് തങ്ങൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതീക്ഷയായിരുന്നു. അങ്ങനെ ലോകത്തിന് പ്രതീക്ഷ സമ്മാനിച്ച, ലോകത്തിന്റെ മുന്നിൽ അത്ഭുതകരമായ ഒരു ജീവിതത്തെ സമർപ്പിച്ച മഹാനായ നായകനായിരുന്നു മഹാനായ ശിഹാബ് തങ്ങൾ. മുസ്ലിം കേരളത്തിന്റെ ഈ കാണുന്ന വളർച്ചയിലും പുരോഗതിയിലും, മതകീയ മുന്നേറ്റത്തിലും രാഷ്ട്രീയ പുരോഗതിയിലും ധാർമ്മിക വളർച്ചയിലും മഹാനായ ശിഹാബ് തങ്ങൾ കേരളീയ മുസ്ലിം സമൂഹത്തിന് എടുത്തുമാറ്റാൻ കഴിയാത്ത വിധം ചരിത്രത്തിൽ പേര് ചേർക്കപ്പെട്ട ഏറ്റവും വലിയ മഹനീയ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ശിഹാബ് തങ്ങൾ. ശിഹാബ് തങ്ങളെ നമ്മൾ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ടത്, വിദ്യാർത്ഥികളായ നമ്മൾ ശിഹാബ് തങ്ങളിൽ നിന്നും പഠിക്കേണ്ടത്, തങ്ങൾ തന്റെ ജീവിതത്തെ ഈ സമൂഹത്തിന് സമർപ്പിച്ചത് ഒരു വലിയ റോൾ മോഡലായിട്ടായിരുന്നു. അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറയുന്നുണ്ട്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല റോൾ മോഡലായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശിഹാബ് തങ്ങൾ ഏറ്റവും നല്ല മാതൃകയായിരുന്നു. മുസ്ലിം കേരളത്തിൽ ജീവിച്ചു മരിച്ച മഹാന്മാരായ നേതാക്കളുടെ പട്ടിക എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും നല്ല സുഹൃത ജീവിതം കൊണ്ട് ലോകത്ത് അത്ഭുതം സൃഷ്ടിച്ച മഹനീയ വ്യക്തിത്വത്തിന്റെ പേരാണ് മഹാനായ ശിഹാബ് തങ്ങൾ.